ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2024 റീസെന്റ് ആയിട്ട് റിലീസ് ചെയ്ത ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് നിയറിംഗ് ഡെത്ത്. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു പ്രേത ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ചിത്രത്തിന്റെ തുടക്കത്തിൽ ആംബർ എന്നൊരു മുത്തശ്ശി എന്തൊക്കെയോ റിച്വൽസ് ഒക്കെ ചെയ്യുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. ഇതാണ് ചിത്രത്തിലെ കഥാനായിക സെക്കർ. ഈ മുത്തശ്ശിയുടെ സഹായത്തോടു കൂടി തന്റെ പൂർവികരുടെ ആത്മാക്കളുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നുണ്ട്. അവള് മരണം വരെ തന്റെ പൂർവികർക്ക് റിച്വൽസ് ചടങ്ങുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ സമ്പത്ത്, സൗഭാഗ്യം അങ്ങനെ എല്ലാം വന്നു ചേരും. ജീവിതകാലം മുഴുവൻ സെക്കർ സാത്താന്റെ അടിമയായിട്ട് ജീവിക്കണം. ഇനി എങ്ങാനും വാക്ക് തെറ്റിച്ച് കഴിഞ്ഞാൽ സെക്കറിന്റെ കുടുംബത്തിലെ എല്ലാവരെയും സാത്താൻ കൊന്നുകളയും. ഇവിടെയാണ് ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, നിയറിംഗ് ഡെത്ത്. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സിംഗിൾ മദറായ സെക്കറിനെയാണ് നമ്മളെ കാണിക്കുന്നത്. സെക്കറിന് 3 മക്കളാണ്, ഡാനി, രത്ന, ഡൂഡി. സെക്കറിന്റെ ഹസ്ബൻഡ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടതാണ്. നായിക രാവിലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്ന സമയത്താണ് കൂട്ടുകാരുമായിട്ട് കറങ്ങാൻ പോയ ഡാനി വീട്ടിലേക്ക് കയറി വരുന്നത്. ഇത് കണ്ട് സെക്കറിന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അമ്മ ഡാനിയെ ഒത്തിരി വഴക്ക് പറഞ്ഞു. നീ ഇങ്ങനെ ഫ്രണ്ട്സിനോടൊപ്പം കറങ്ങി നടക്കാതെ കോളേജിലേക്ക് പോവാത്തതെന്താ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത്ര നാളും ഒറ്റയ്ക്കാണ് കഷ്ടപ്പെട്ടത്. പഠിച്ചു വല്ല ജോലിക്കും പോയി നിനക്ക് നിന്റെ സഹോദരങ്ങളെങ്കിലും നോക്കിക്കൂടെ? എന്നാൽ ഡാനി അമ്മ പറയുന്നതൊന്നും തന്നെ കേൾക്കാൻ തയ്യാറായില്ല. എനിക്ക് പഠിക്കണ്ട, പഠിച്ചാ ജോലി കിട്ടുമെന്ന് എന്താ എത്ര ഉറപ്പ്? ഡാനിക്ക് താല്പര്യം ഒരു മെക്കാനിക് ഷോപ്പിലെ ജോലി ചെയ്യാനാണ്. അവന് അതാണ് ഇഷ്ടം. ഇക്കാര്യം സെക്കറിനും അറിയാം. എന്തൊക്കെ പറഞ്ഞിട്ടും ഡാനി അതൊന്നും തന്നെ അനുസരിക്കാൻ തയ്യാറായില്ല. അവന് പഠിക്കാൻ താല്പര്യമില്ല. ആകെപ്പാടെ സങ്കടവും ദേഷ്യവും വന്ന സെക്കർ തന്റെ മകനോട് പറയും, ഇനി എനിക്ക് നിന്നെ നോക്കാൻ പറ്റില്ല. നീ ഇന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. കാരണം നിന്നെ കണ്ട് നിന്റെ സഹോദരങ്ങളും വഴിതെറ്റിപ്പോവും. നിന്റെ ഈ അഹങ്കാരം അവരും കണ്ടുപിടിക്കും. ഇത് കേട്ടതോടെ ഡാനിക്ക് ആകെ സങ്കടമായി. ശരി, അമ്മ ഇപ്പൊ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ മരണം വരെ ഓർത്തിരിക്കും. എനിക്ക് എന്റേതായിട്ടുള്ള താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഉണ്ട്. എന്നെങ്കിലും അമ്മയ്ക്കത് മനസ്സിലാവും. ഞാൻ ഇനി ഈ വീട്ടിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് ഡാനി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഡാനി ഇപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഏതാണ്ട് 1 വർഷം കഴിഞ്ഞു. അവനിപ്പോ തന്റെ സുഹൃത്തിന്റെ മെക്കാനിക് ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത്. ഡാനി അങ്ങോട്ട് വന്നതിന് ശേഷം ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ ഡാനിയുടെ മുതലാളി അവനെ പറഞ്ഞതിൽ കൂടുതൽ ശമ്പളം കൊടുക്കുന്നുണ്ട്. അതേസമയം സെക്കർ തന്റെ റെസ്റ്റോറന്റിലേക്ക് വേണ്ട മീറ്റ്, പച്ചക്കറി ഇതൊക്കെ വാങ്ങി റെസ്റ്റോറന്റിലേക്ക് എത്തി. ഇതൊരു ചെറിയൊരു ഡൈനർ ആണെങ്കിലും അവിടെ കൊടുക്കുന്നത് ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. സെക്കർ റെസ്റ്റോറന്റിലേക്ക് വന്ന് ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഒന്ന് സ്മോക്ക് ചെയ്ത് അവൾ ആ സിഗരറ്റ് ഓഫറിങ്ങിന് വെച്ചിരുന്ന താലത്തിലേക്ക് വെച്ചു. എന്തോ സെക്കറിന് ഇപ്പോ ഇതിലൊന്നും തീരെ താല്പര്യമില്ലാത്തതുപോലെയാണ്. അന്ന് രാത്രി ഹോംവർക്ക് ചെയ്തോണ്ടിരുന്ന ഡൂഡിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ട്. അവൻ ചേച്ചിയോട് പറയും, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് വെള്ളം വേണം. ഈ സമയം രത്നിയാണെങ്കിൽ ബോയ് ഫ്രണ്ടിനെ ടെക്സ്റ്റ് ചെയ്തോണ്ടിരിക്കുന്ന തിരക്കിലാണ്. അവൾ അത് കേട്ട ഭാവമില്ല. ദാഹിക്കുന്നുണ്ടെങ്കിൽ തനിയെ താഴേക്ക് ചെന്ന് വെള്ളം എടുക്കണം. ഡൂഡി അങ്ങനെ വെള്ളം കുടിക്കാനായിട്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവൻ പതിയെ സ്റ്റെയർ ഇറങ്ങി താഴേക്ക് നോക്കി. അല്ല, അവൻ ആരെയാ ഇങ്ങനെ ചുറ്റും നോക്കുന്നത്? കുറച്ച് വെള്ളം എടുക്കാൻ ഇത്രയ്ക്ക് പേടിക്കണം. അവൻ താഴേക്ക് നോക്കി പേടിച്ചരണ്ട് നിൽക്കുമ്പോ ഒരു പ്രേതരൂപം അങ്ങനെ പറന്ന് അവന്റെ വീടിനകത്ത് കൂടി പോകുന്നുണ്ട്. പിന്നെ നോക്കുമ്പോ ദേ ആ പ്രേതം അവന്റെ തൊട്ട് പിന്നില്. പിന്നെ പറയണ്ടല്ലോ, എന്റെ അമ്മയെ എന്നെ കൊന്നേന്ന് പറഞ്ഞ് കുഞ്ഞ് മുറിയിലേക്ക് ഓടി. അവൻ ആ പ്രേതത്തെ കണ്ട കാര്യം ചേച്ചിയോട് പറയില്ല. എനിക്ക് പേടിയാ, എന്നെ കൊണ്ട് താഴേക്ക് പോവാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഡൂഡി ആ മുറിയിലിരുന്നു. രത്ന അവനെ 2 വഴക്കും പറഞ്ഞ് വെള്ളം എടുക്കാനായിട്ട് താഴേക്ക് ഇറങ്ങിപ്പോയി. അടുത്ത ദിവസം രത്ന തന്റെ ബോയ് ഫ്രണ്ടിന്റെ ബൈക്കിലാണ് റെസ്റ്റോറന്റിലേക്ക് വരുന്നത്. അത് സെക്കറും ശ്രദ്ധിക്കുന്നുണ്ട്. അമ്മ അവളോട് ചോദിക്കും, ആ പയ്യനാരാ? അതിനവള് ഒട്ടും തന്നെ മടിയില്ലാതെ പറയും, അതെന്റെ ഫ്രണ്ടാണ്. ഇത് കേട്ടതോടെ സെക്കറിന് വല്ലാതെ ദേഷ്യം വന്നു. അവനെ കണ്ടിട്ട് നിന്നെക്കാളും പ്രായമുണ്ടല്ലോ, അവൻ യൂണിഫോം ഒന്നല്ലല്ലോ ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. വളരെ സൂക്ഷിച്ചു വേണം ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്കൊക്കെ പോവാൻ. ആദ്യം പഠിച്ചു വല്ല ജോലിക്കും പോവേണ്ട കാര്യം നോക്ക്. ഇങ്ങനെയൊക്കെ പറഞ്ഞ സെക്കർ തന്റെ മകളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഉടനെ തന്നെ അവൾ അമ്മയോട് പറയും, എന്നെ നോക്കാൻ എനിക്കറിയാം, അമ്മ അതോർത്ത് പേടിക്കണ്ട. ഇത് പറഞ്ഞ അവള് സ്കൂളിൽ നിന്ന് തന്നുവിട്ട ഒരു കത്തെടുത്ത് അമ്മയ്ക്ക് കൊടുത്തു. ഈ മാസത്തെ സ്കൂൾ ഫീസ് അടയ്ക്കേണ്ട ദിവസം കഴിഞ്ഞു. അത് കണ്ടതോടെ ആകെ അപ്സെറ്റായ സെക്കർ പതിയെ റെസ്റ്റോറന്റിന് വെളിയിലേക്ക് നോക്കി. സമയം ഇത്രയായിട്ടും ഇതുവരെ ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഫുഡ് കഴിക്കാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. തൊട്ടടുത്ത റെസ്റ്റോറന്റിലൊക്കെ നല്ല തിരക്കുണ്ട്. എന്നാ ഒരാളെങ്കിലും ഇങ്ങോട്ട് വരേണ്ടതല്ലേ? ഫുഡ് കഴിക്കാൻ ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിലും മൂക്കും പൊത്തിപ്പിടിച്ചോണ്ട് ഓടാണ്. സെക്കറിനെ കാര്യം എന്താന്ന് മനസ്സിലായില്ല.
പലരും റെസ്റ്റോറന്റിലേക്ക് നോക്കി കളിയാക്കി ചിരിക്കുന്നുണ്ട്, മൂക്കും പൊത്തി പിടിച്ചുകൊണ്ട് ഓടുന്നുണ്ട്. എന്നാ ഇതേ സമയം നമുക്ക് കാണാം സെക്കറിന്റെ റെസ്റ്റോറന്റ് വെളിയിലുള്ളവര് കാണുന്നത് അവിടെ ആകെ അഴുക്ക് പിടിച്ച് വൃത്തിയില്ലാത്തതുപോലെയാണ്. ഈ ഒരു കാരണം കൊണ്ടാണ് ആരും അങ്ങോട്ട് കയറാത്തത്. സത്യത്തില് റെസ്റ്റോറന്റ് ക്ലീൻ ആണ്, പക്ഷേ പുറത്തുനിന്ന് നോക്കിയാൽ അതുപോലെയല്ല. ഫുഡ് കഴിക്കാൻ ആളുകളൊക്കെ എത്താതായപ്പോ റെസ്റ്റോറന്റിലെ ഹെൽപ്പിനായിട്ട് നിന്നിരുന്ന സാറ വെളിയിലേക്ക് ചെന്ന് ഒരാളെ പിടിച്ചു വലിച്ചുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോയി. അയാൾക്ക് വേണ്ട ഫുഡൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. അയാളാണെങ്കിൽ ആകെ കിളി പോയൊരവസ്ഥയിൽ നിൽക്കുക. ഇത്രയും വൃത്തിയില്ലാത്തൊരു സ്ഥലത്ത് ഇവരെങ്ങനെയാ കച്ചവടം ചെയ്യുന്നത്? നിങ്ങൾക്ക് സങ്കടാവില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൂടെ? ഇത് കേട്ട് സെക്കറാകെ അന്തിച്ച് നിൽക്കുക. അപ്പോ സാറ പറയും, നിങ്ങളുടെ കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത്രയും വൃത്തിയുള്ള മറ്റൊരു റെസ്റ്റോറന്റ് നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? എന്നിട്ട് വൃത്തിയില്ലാന്ന് പോലും. അയാൾ അങ്ങനെ ആ ഫുഡും വാങ്ങി അവിടെ നിന്ന് പോയി. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞതും ആ ഫുഡ് വാങ്ങിയ ആള് ആ പാഴ്സലും കൊണ്ട് റെസ്റ്റോറന്റിലേക്ക് തിരികെ വന്നു. ആ ഫുഡ് എല്ലാം തന്നെ അഴുകിയതാണ്, കേടായി പോയി. ഇത് സെക്കറിനെ കൊണ്ട് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ഇതെങ്ങനെ? ആവി പറന്നുകൊണ്ടിരുന്ന ഫുഡാണ് അയാൾക്ക് പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടത്. സെക്കറെ കൂടുതലൊന്നും അയാളോട് ചോദിക്കാനോ തർക്കിക്കാനോ നിന്നില്ല. കാരണം ഫുഡ് കേടായിരുന്നു. മാപ്പ് പറഞ്ഞ് ആ സ്ത്രീ അയാൾക്ക് പണം തിരികെ കൊടുത്തു. ഉടനെ തന്നെ സെക്കർ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഫുഡും ചെക്ക് ചെയ്ത് നോക്കി. ഒരെണ്ണം വിടാതെ എല്ലാം തന്നെ കേടായി പോയി. എല്ലാ ഫുഡിൽ നിന്നും ഒരു ബാഡ് സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. സാറയും മറ്റു സ്റ്റാഫും ഇതൊക്കെ കണ്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുക. എന്തോ പന്തികേട് തോന്നിയ സെക്കർ തന്റെ സഹോദരിയായ സാറയെ കൂട്ടി തനിക്ക് വേണ്ടി ഈ റിച്വൽസ് ഒക്കെ ചെയ്തിരുന്ന മുത്തശ്ശിയെ കാണാനായിട്ട് പോയി. അവര് മുത്തശ്ശിയുടെ വീട്ടിലേക്ക് എത്തുമ്പോ അവിടെ കുറെ ആളുകള് കൂടി നിൽക്കുന്നത് കാണും. കാര്യം എന്താന്ന് വെച്ചാല് അവര് കാണാൻ വന്ന മന്ത്രവാദിനി മുത്തശ്ശി വൈകിട്ട് 4 മണിയോടെ മരണപ്പെട്ടു. ആ വീട്ടിലുണ്ടായിരുന്ന ഒരു സ്ത്രീ സെക്കറിനോട് പറയും, ഇന്ന് വൈകിട്ട് മുത്തശ്ശി എന്തോ ഭ്രാന്ത് പിടിച്ചതുപോലെ അലറുന്നുണ്ടായിരുന്നു. പിന്നെ വന്ന് നോക്കുമ്പോ ദേഹം മൊത്തം മുറിവുകളുമായിട്ട് മുത്തശ്ശി മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. എന്ത് പറ്റിയതാണെന്ന് യാതൊരു പിടുത്തവുമില്ല. മുത്തശ്ശിയുടെ മരണവാർത്ത കേട്ട് ആകെ ഞെട്ടിത്തെരിച്ചു പോയ സെക്കർ മുത്തശ്ശിയെ കാണാനായിട്ട് വീടിനകത്തേക്ക് ചെന്നു. തന്നെ സഹായിക്കാൻ പറയാനാണ് മുത്തശ്ശിയെ തെരഞ്ഞു വന്നത്. ഇനി താൻ എന്ത് ചെയ്യും? സെക്കറാകെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നേരത്ത് മുത്തശ്ശിയുടെ മൂക്കിൽ വെച്ചിരുന്ന കോട്ടൺ അത് താഴേക്ക് വീണു. ഈ സമയം ആകെ ഭയന്ന് വരച്ചോണ്ട് സെക്കർ ആ കോട്ടൺ എടുത്ത് മുത്തശ്ശിയുടെ മൂക്കിലേക്ക് തന്നെ വെച്ചു. അടുത്ത നിമിഷം തന്നെ പേടിപ്പെടുത്തുന്ന രീതിയിൽ മുത്തശ്ശി കണ്ണു തുറന്ന് ചുമയ്ക്കാൻ തുടങ്ങി. സെക്കറിനെ ഈ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയില്ല. അവള് പുറത്തുള്ളവരെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പുറത്തുള്ള ആരും തന്നെ സെക്കറിന്റെ കരച്ചിലും ബഹളമൊന്നും കേൾക്കുന്നില്ല. അവളാകെ ഭയന്ന് വരച്ചോണ്ട് മുത്തശ്ശിയുടെ കണ്ണുകൾ അടയ്ക്കാൻ നോക്കി. പെട്ടെന്ന് മുത്തശ്ശി വല്ലാതെ ഒച്ച വെച്ച് സെക്കറിന്റെ മുഖത്തേക്ക് കറുത്ത നിറത്തിൽ എന്തോ തുപ്പുന്നുണ്ട്. അപ്പോഴേക്കും വെളിയിലുണ്ടായിരുന്നവരെ അങ്ങോട്ട് ഓടിയെത്തി. മരണവെപ്രാളത്തിലെ വീടിന് പുറത്തേക്ക് ഓടിയ സെക്കർ പെട്ടെന്ന് തന്നെ തന്റെ മുഖത്തുണ്ടായിരുന്ന വൊമിറ്റ് ചെയ്തതൊക്കെ കഴുകി കളഞ്ഞു. ഈ ഒരു സമയം ഡൂഡി വീട്ടിലെ തനിച്ചിരുന്ന പ്രേതപ്പടം കണ്ടോണ്ടിരിക്കുക. അതും സാത്താന്റെ പടം. അവൻ ആ സിനിമ കണ്ട് പേടിച്ച് വരച്ചിരിക്കുന്ന നേരത്താണ് വീടിന്റെ ഡോറിൽ ആരോ തട്ടുന്നത്. ഈ സമയത്ത് വീട്ടിലേക്ക് ആര് വരാനാണ്? അത് അമ്മയാണെന്ന് കരുതി അവൻ ഡോറിന്റെ അടുത്തേക്ക് നടന്നതും ഡൂഡി കാല് തന്നെ താഴേക്ക് വീണു. അവന്റെ കണ്ണട താഴേക്ക് തെറിച്ചു വീണിരുന്നു. അവനിപ്പോ തന്റെ ചുറ്റുമുള്ളതൊന്നും തന്നെ ക്ലിയർ ആയിട്ട് കാണാൻ വയ്യ. കുഞ്ഞ് ഡോറിന്റെ അടുത്തേക്ക് നോക്കുമ്പോ കീറി പറഞ്ഞ വസ്ത്രങ്ങളുമായിട്ടൊരു കറുത്ത രൂപം അകത്തേക്ക് നടന്നു വരുന്നു. അവൻ പെട്ടെന്ന് തന്നെ കണ്ണാടി എടുത്ത് വെച്ചു നോക്കുമ്പോ അതവന്റെ അമ്മയാണ്. എന്നാ അമ്മ അവനെ നോക്കിയത് പോലുമില്ല. നേരെ മുറിയിലേക്ക് നടന്നുപോയി. കുഞ്ഞിനെ എന്തോ ഒരു പന്തികേട് തോന്നി. ഡൂഡി പതിയെ അമ്മയുടെ മുറിയിലേക്ക് ചെന്നു. അമ്മ അവിടെ പ്രേതം കയറിയതുപോലെ ബെഡിലിരിക്കുന്നുണ്ട്. അവൻ മുറിയിലെ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചു നോക്കി. അവൻ ആ പ്രേതത്തെയാണ് തെരയുന്നത്. കുഞ്ഞിന് അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലണം, കെട്ടിപ്പിടിക്കണം എന്നൊക്കെയുണ്ട്. പക്ഷേ സെക്കറിന്റെ മുഖഭാവം കണ്ട് ഡൂഡിക്ക് ആകെ പേടിയായി. അവൻ ആ നിരാശയിൽ നിൽക്കുന്ന നേരത്താണ് പേടിപ്പെടുത്തുന്ന രീതിയിൽ സെക്കർ മകന്റെ അടുത്തേക്ക് വരുന്നത്. കുഞ്ഞ് തന്റെ ജീവനും കൊണ്ട് ചേച്ചിയുടെ അടുത്തേക്ക് ഓടി. താഴെ അമ്മ വന്നിട്ടുണ്ട്. അമ്മ എന്നെ വഴക്ക് പറഞ്ഞു ഓടിച്ചു. എന്തോ കുഴപ്പമുണ്ട്. അമ്മ വീട്ടിലേക്ക് ആദ്യം വന്നാ എനിക്ക് നെറ്റിയിൽ ഉമ്മ തരും, എന്നിട്ടേ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാറുള്ളൂ. അമ്മ എനിക്ക് ഉമ്മ തന്നില്ല. ചേച്ചി ഒന്ന് വന്ന് നോക്ക്. ഡൂഡി പറയുന്നത് കേട്ട് രത്ന താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് താഴെ ആരോ ഡോറിൽ മുട്ടുന്നത്. അവൾ ഓടിച്ചെന്ന് ഡോറ് തുറന്നു നോക്കി. അത് അവരുടെ അമ്മയും ആന്റിയും ആയിരുന്നു. സെക്കർ ഇപ്പോഴാണ് വീട്ടിലേക്ക് മടങ്ങി വരുന്നത്. അപ്പോ ഇതിനു മുൻപ് ഡോറ് തുറന്ന് മുറിയിലേക്ക് പോയത് ഡൂഡി മരണഭയത്തില് തരിച്ചു നിന്നുപോയി. ആകെ തളർന്നൊരവസ്ഥയില് വീട്ടിലേക്ക് തിരികെ എത്തിയ സെക്കർ വീടിനകത്തേക്ക് കയറിയ ഉടനെ തന്നെ തന്റെ മകന് ഒരു ഉമ്മ കൊടുത്തു. ആകെ കൺഫ്യൂസ് ആയ രത്ന അനിയനെ ചീത്ത പറയുന്നുണ്ട്. നിന്റെ പ്രശ്നം എന്താ? ഇതാണ് പറഞ്ഞത് ഹൊറർ മൂവി കാണാൻ പാടില്ലെന്ന്. കുഞ്ഞ് അമ്മയെ തന്നെ നോക്കി പേടിച്ചരണ്ട് നിൽക്കുക. ഒരല്പസമയം കഴിഞ്ഞ് സെക്കർ തന്റെ ബെഡിൽ കിടന്ന് ശ്വാസം കിട്ടാതെ പിടയുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. പെട്ടെന്ന് തന്നെ സെക്കർ ആ ബെഡിലെ എണീറ്റിരുന്നു. അവള് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുകയാണ്. അപ്പൊ തന്നെ മുറിയിലുണ്ടായിരുന്ന റേഡിയോ തനിയെ ഓണായി.
ആകെ ഭയത്തോട് തന്നെ സെക്കർ ആ റേഡിയോ ഓഫാക്കി. എന്നാ അപ്പൊ തന്നെ റൂമിലെ ലൈറ്റ് ഓഫായി. മൊത്തം ഇരുട്ട്. പേടികൊണ്ട് സെക്കർ ആ ഇരുട്ടിലെ ചുറ്റും നോക്കി. ഈ സമയത്ത് മുറിയിലുണ്ടായിരുന്ന അലമാരയുടെ ഡോറ് തനിയെ തുറക്കുന്നുണ്ട്. ആ അലമാരയ്ക്കുള്ളിൽ നിന്ന് പ്രേതം എട്ടുകാലി നടന്നു വരുന്നത് പോലെ പുറത്തേക്ക് ഇറങ്ങി വന്നതും സെക്കർ മുകളിലേക്ക് പറന്ന് ശ്വാസം കിട്ടാതെ പെടയാൻ തുടങ്ങി. സീലിംഗിലേക്കും തറയിലേക്കും മാറി മാറി എടുത്തെറിഞ്ഞു. പെട്ടെന്നാണ് അവൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്നത്. ഈ കണ്ടത് വെറും ഒരു സ്വപ്നം മാത്രമായിരുന്നു. അടുത്ത ദിവസം സെക്കർ മകളുടെ ഫീസ് അടയ്ക്കുന്ന കാര്യം സംസാരിക്കാനായിട്ട് സ്കൂളിലേക്ക് ചെന്നു. കാരണം ഫീസ് അടയ്ക്കാൻ സെക്കറിന്റെ കയ്യിൽ ഇപ്പോ പണമില്ല. ഇപ്പോ 3 മാസമായിട്ട് റെസ്റ്റോറന്റ് ബിസിനസ് ഡള്ളാണ്. അതുകൊണ്ട് ഫീസ് അടയ്ക്കാൻ കുറച്ച് ദിവസം സമയം വേണമെന്ന് അവള് സാറിനോട് പറയും. ഇത് കേട്ട ഉടനെ തന്നെ ടീച്ചർ പറയും, അതിന് രത്നയുടെ ഫീസ് ഇന്നലെ തന്നെ അടച്ചല്ലോ, ദേ നോക്കിക്കേന്ന് പറഞ്ഞ് ടീച്ചർ ഫീസ് അടച്ച ആ പേയ്മെന്റ് കാർഡ് സെക്കറിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഫീസ് അടച്ചത് മറ്റാരുമല്ല, ഡാനിയായിരുന്നു. അവനിപ്പോ ഒരു ജോലി ഉണ്ടല്ലോ. ഇത് കേട്ടപ്പോ സെക്കറിന്റെ മുഖത്ത് ഒട്ടും തന്നെ സന്തോഷം ഉണ്ടായിരുന്നില്ല. ഉടനെ തന്നെ അവള് മകനെ ഫോൺ ചെയ്തു. നീ എന്തിനാ ഫീസ് അടച്ചത്? അതിന് ഡാനി പറയും, രത്ന അവള് എന്റെ സഹോദരിയല്ലേ. ഇത് കേട്ടതോടെ മകനോട് സ്നേഹത്തോടു കൂടി ഒരു വാക്ക് പോലും പറയാതെ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ സ്കൂളിൽ നിന്ന് സെക്കർ റെസ്റ്റോറന്റിലേക്ക് തിരിച്ചു വരുമ്പോ ഒരു സ്ത്രീ അവളോട് ചോദിക്കും, നിങ്ങൾ എന്താ റെസ്റ്റോറന്റ് തുറക്കാത്തത്? ഞാൻ ഇന്നലെയും വന്നു, ഇന്നും വന്നു. ഇല്ലല്ലോ, തുറന്നിട്ടുണ്ടല്ലോ. ഈ സ്ത്രീ എന്തെങ്ങനെ സംസാരിക്കുന്നെന്ന് സെക്കറിന് യാതൊരു പിടുത്തമില്ല. പെട്ടെന്ന് തന്നെ അവള് ഡൈനറിലേക്ക് ചെന്നു. അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോ കാണുന്നത് അവിടെ ആകെ അഴുക്ക് പിടിച്ചു കിടക്കുന്നു. സ്മെല്ല് കൊണ്ട് അതിനകത്തേക്ക് കടക്കാൻ വയ്യ. കുറെ പ്രേതങ്ങള് ആർത്തി പിടിച്ചോണ്ട് ഫുഡ് കഴിച്ചോണ്ടിരിക്കുക, അതും അഴുകിപ്പോയ ഫുഡ്. ഇതൊക്കെ കണ്ട് സെക്കർ ആകെ അന്തം വിട്ട് നിൽക്കുക. എന്നാ അവിടെ ഇരിക്കുന്നതൊക്കെ പ്രേതങ്ങളാന്നറിയാതെ സാറ ഒത്തിരി സന്തോഷത്തില് അവർക്കൊക്കെ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു. എന്നിട്ട് അന്ന് കിട്ടിയ പണം എല്ലാം എണ്ണുന്നുണ്ട്. നോക്കുമ്പോ അതൊന്നും തന്നെ പണമായിരുന്നില്ല, വെറും ഉണങ്ങിയ ഇലകളാണ്. ഇപ്പോ സെക്കർ ആ റെസ്റ്റോറന്റ് ചുറ്റും നോക്കി. അവിടെ ആ പ്രേതങ്ങളെ കാണാനില്ല. അന്നുണ്ടാക്കിയ എല്ലാ ഫുഡും കേടായിപ്പോയി. സെക്കറിന്റെ ഒരുപാട് പണം നഷ്ടപ്പെട്ടു. ഉടനെ തന്നെ സെക്കർ സാറയെ കൂട്ടി ഗ്രാമത്തിലെ ഒരു ഷാമനെ കാണാനായിട്ട് പോയി. തനിക്ക് ചുറ്റും ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നതിന് കാരണം എന്താണെന്ന് കണ്ടെത്താൻ. കഴിഞ്ഞ 3 മാസം റെസ്റ്റോറന്റിലേക്ക് ഒരു മനുഷ്യക്കുഞ്ഞു പോലും വന്നിട്ടില്ല. ഫുഡ് എല്ലാം തന്നെ അഴുകിപ്പോകുന്നു. കയ്യിലെ പണമെല്ലാം നഷ്ടപ്പെട്ടു. ഇതെല്ലാം കേട്ട ഷാമൻ ഒരു കത്തിയും പിടിച്ചോണ്ട് എന്തൊക്കെയോ റിച്വൽസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് സെക്കർ അൺകോൺഷ്യസ് ആയി. ഷാമൻ അവളോട് ചോദിക്കും, പറ നീ ആരാ? ഈ സമയം പൊസസായ സെക്കർ അയാളെ നോക്കി അലറി വിളിക്കാൻ തുടങ്ങി. നിനക്ക് മരിക്കണ്ടെങ്കിലേ നീ ഇതിൽ നിന്ന് മാറി നിന്നു. അതല്ല, നിനക്ക് ഞാൻ ആരാണെന്ന് അറിയണോ? ഞാനാണ് ന്യായ് വെങ്കി. ആ ജിന്നിന്റെ പേര് കേട്ട് ഷാമൻ ആകെ പേടിച്ചു പോയി. അപ്പോഴേക്കും സെക്കർ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നു. ഷാമൻ അവളോട് പറയും, നീ ന്യായ് വെങ്കി എന്നൊരു സാത്താനുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കിയിരുന്നു അല്ലേ? ഇതെല്ലാം ആ ജിന്നിന്റെ പണിയാണ്. കാരണം നീ നിന്റെ ഉടമ്പടി തെറ്റിച്ചു. റിച്വൽസോ വഴിപാടുകളോ ഒന്നും തന്നെ ചെയ്യാതായി. ഇനി ആ ജിന്ന് നിന്നെയും നിന്റെ കുടുംബത്തെയും ജീവനോടെ വിടില്ല. ഇത് കേട്ട് ആകെ ഭയന്നു പോയ സെക്കർ ആ ഷാമനോട് സഹായം ചോദിച്ചെങ്കിലും അയാൾ അവളോട് ദേഷ്യത്തോടെ പറയും, എനിക്കിതില് ഒന്നും തന്നെ ചെയ്യാനാവില്ല. എത്രയും പെട്ടെന്ന് തന്നെ ആ ജിന്നിനെ നിന്റെ ശരീരത്തിൽ നിന്ന് ഒഴിപ്പിക്കണം. അത് എന്നെ കൊണ്ട് കഴിയില്ല. ഇനി നീ ഇങ്ങോട്ട് വരേണ്ടതില്ല. വേഗം ഇവിടുന്ന് പൊക്കോ. ആ ഷാമൻ അവളെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. ഉടനെ തന്നെ സെക്കർ അവളെ സാത്താനുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കാൻ സഹായിച്ച മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയി. ആ സ്ത്രീ മരിച്ചതല്ലേ, പിന്നെന്തിനാ അവരാളില്ലാത്ത വീട്ടിലേക്ക് പോണത്? അതിന് കാരണമുണ്ട്. ആ മുത്തശ്ശിയുടെ രക്തബന്ധത്തിലുള്ള മറ്റു മന്ത്രവാദിക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ശക്തിയുള്ള ഒരു മന്ത്രവാദിക്കോ മാത്രമേ ഇനി സെക്കറിനെ സഹായിക്കാനായിട്ട് പറ്റുള്ളൂ. മുത്തശ്ശിയുടെ വീടെത്തിയതും സാറ് പറയും, ഞാൻ ഇവിടെ നിന്നോളാം, ഞാൻ അകത്തേക്ക് വരുന്നില്ല. സെക്കർ ഈ സമയത്ത് ആ വീടിനകത്ത് ഒരു സ്ത്രീയെ കാണുന്നുണ്ട്. അതാരാന്നറിയാനായിട്ട് അവള് ജനാലയുടെ അടുത്തേക്ക് ചെന്നു. വീടിന്റെ ഡോറ് അടഞ്ഞു കിടക്കുന്നു. പിന്നെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അവള് തിരിഞ്ഞു നടക്കുന്ന നേരത്ത് പതിയെ വീടിന്റെ ഡോറ് തുറന്നു വന്നു. ഉടനെ തന്നെ സെക്കർ ആ വീടിനകത്തേക്ക് ചെന്നു. ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അവൾ ആ വീടിനകത്ത് ഒരു സ്ത്രീയെ കണ്ടതാണ്. സെക്കർ ആ വീട് മുഴുവനും ആ സ്ത്രീയെ തെരഞ്ഞു നോക്കുമ്പോ ദേ ആ ജിന്ന് അവളുടെ പിന്നിൽ വന്നു നിൽക്കുന്നു. സെക്കറിന്റെ അലർച്ചയോടെയാണ് ആ സീൻ അവിടെ കട്ടാവുന്നത്. ഇതേ സമയം തന്നെ രത്ന തന്റെ ബോയ് ഫ്രണ്ടിനോട് സംസാരിച്ചിരിക്കാനായിട്ട് അവന്റെ റൂമിലേക്ക് ചെന്നു. എന്നാ പ്രതീക്ഷിക്കാതെ ബോയ് ഫ്രണ്ട് അവളെ കിസ് ചെയ്യാനായിട്ട് ഒത്തിരി ഫോഴ്സ് ചെയ്യുന്നുണ്ട്. അവന്റെ ഇത്തരത്തിലുള്ള പെരുമാറ്റത്തിലെ ആകെ പേടി തോന്നിയ രത്ന ബോയ് ഫ്രണ്ടിന്റെ മോന്തയ്ക്കിട്ട് 2 എണ്ണം കൊടുത്തിട്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഓടി. അന്ന് രാത്രിയാണ് സെക്കർ തന്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. അതും കുട്ടികളോട് ഒന്നും സംസാരിക്കുന്നില്ല, ഒരക്ഷരം മിണ്ടുന്നില്ല. ഈ സമയത്ത് ഡൂഡിക്ക് അമ്മയുടെ പിന്നിലായിട്ട് ആ പ്രേതത്തെ കാണാം.
അവൾ ആ മുറിയിലേക്ക് പോയ ഉടനെ തന്നെ ഡ്യൂഡി ചേച്ചിയോട് പറയും, അമ്മയുടെ കൂടെ മറ്റാരും ഉണ്ട്, ഞാൻ കണ്ടതാണ്. എന്നാൽ രത്ന അവൻ പറയുന്നതൊന്നും തന്നെ വിശ്വസിക്കില്ല. അവള് അനിയനെ വഴക്ക് പറയുന്ന നേരത്താണ് പെട്ടെന്ന് ബാത്റൂമിൽ നിന്ന് അമ്മയുടെ സംസാരം കേൾക്കുന്നത്. എനിക്ക് പൊള്ളുന്നു. കുട്ടികള് ബാത്റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോ അമ്മ തല വഴി വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. എന്നാ ഡ്യൂഡിക്ക് ആ പ്രേതത്തെ കാണാം. പ്രേതമാണ് അമ്മയുടെ തല വഴി വെള്ളം ഒഴിക്കുന്നത്. രത്ന ഓടി ചെന്ന് അമ്മയെ പിടിച്ചു മാറ്റി. ഡ്യൂഡി വേഗം തന്നെ ടവൽ എടുക്കാനായിട്ട് പുറത്തേക്ക് ഓടി. അവൻ ആ ടവലെടുത്ത് ബാത്റൂമിലേക്ക് ഓടാൻ നോക്കുമ്പോ അവനെ കൊണ്ട് ഒന്ന് അനങ്ങാൻ പറ്റുന്നില്ല. ആരോ ആ ടവല് പിടിച്ച് വലിക്കുക. കുഞ്ഞിനെ തിരിഞ്ഞു നോക്കാൻ തന്നെ പേടിയാ. അവനറിയാം അത് ആ പ്രേതമാണ്. ആ പ്രേതത്തെ കണ്ട് ഡ്യൂഡി അലറി വിളിച്ച് ബാത്റൂമിലേക്ക് ഓടിയതും രത്ന അങ്ങോട്ട് ഓടിയെത്തി. ഈ ടവലെടുക്കാൻ നിനക്ക് ഇത്ര സമയം വേണോ? സെക്കറിന്റെ ദേഹം മുഴുവനും മുറിവുകളും വ്രണങ്ങളുമായിരുന്നു. വീട്ടിലേക്ക് വന്നു കയറുമ്പോ യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. കുട്ടികള് എന്തൊക്കെ തന്നെ ചോദിച്ചിട്ടും അമ്മ ഒരക്ഷരം മിണ്ടുന്നില്ല. അങ്ങനെ അവരമ്മയുടെ മുറിവിനുള്ള മരുന്നൊക്കെ വെച്ച് അവരമ്മയ്ക്ക് ഫുഡൊക്കെ വാരി കൊടുക്കുന്നുണ്ട്. എന്നാ ഒരു വായി കഴിക്കുമ്പോഴേക്കും സെക്കർ കറുത്ത നിറത്തിൽ എന്തോ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. പിള്ളേര് രണ്ടുപേരും ആകെ പേടിച്ചു പോയി. അമ്മയ്ക്ക് എന്താ പറ്റിയത്? ഉടനെ തന്നെ രത്ന അനിയനോട് പറയും, ഡ്യൂഡി നീ വേഗം ഓടി ചെന്ന് എന്റെ ഫോൺ എടുത്തോണ്ട് വാ. അവൻ തനിച്ചു പോവോ? ഇല്ല, എനിക്ക് പേടിയാ. ഉടനെ തന്നെ രത്ന ഫോൺ എടുക്കാനായിട്ട് മുകളിലേക്ക് ഓടി. പിന്നാലെ തന്നെ ഡ്യൂഡി ഓടുന്നുണ്ട്. അവൻ ഈ വീട്ടിലെ തനിച്ചിരിക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഈ വീട്ടിലെ പ്രേതത്തെ കാണുന്നത് ഡ്യൂഡി മാത്രമാണ്. രത്ന ചേട്ടനെ ഫോൺ ചെയ്യുന്നുണ്ടെങ്കിലും ഈ സമയം ഡാനി പ്രാർത്ഥനയിലായിരുന്നു. ഫോൺ സൈലന്റ് ആയതുകൊണ്ട് തന്നെ അവൻ ആ ഫോൺ കോൾ കാണുന്നില്ല. ആ സമയം ഇവിടെ ഡ്യൂഡി ബെഡിൽ കിടന്ന് പെടയാൻ തുടങ്ങി. അവന്റെ ശരീരം ചുട്ടുപൊള്ളുന്ന ചൂടായിരുന്നു. വിളിച്ചിട്ട് അവൻ കണ്ണ് തുറക്കുന്നുമില്ല. ഈ സമയം പുറത്ത് നല്ല ശക്തിയായിട്ട് മഴ പെയ്യുന്നു. വീട്ടിലെ കറണ്ട് പോയി. ആ പെൺകുട്ടി താൻ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ കരഞ്ഞോണ്ടിരിക്കുക. അപ്പോ നമ്മളെ കാണിക്കുന്നുണ്ട് ആ ജിന്നെ ആ മുറിയിലെ അവരെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും ഡാനി സഹോദരിയുടെ ഫോൺ കോൾ കണ്ട് അവളെ തിരിച്ചു വിളിക്കുന്നുണ്ട്. രത്നയ്ക്ക് ചേട്ടനോട് എന്ത് പറയണോന്നറിയില്ല. അവള് കരഞ്ഞോണ്ട് നടന്ന കാര്യങ്ങളൊക്കെ ഡാനിയോട് പറഞ്ഞു. അമ്മയ്ക്കും ഡ്യൂഡിക്കും തീരെ വയ്യ, ചേട്ടൻ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വായോ. ഡാനി സഹോദരിയെ സമാധാനപ്പെടുത്തി. നീ കരയാതിരിക്കേ, നീ ആദ്യം ആന്റിയുടെ വീട്ടിലേക്ക് ചെന്ന് ആന്റിയെ കൂട്ടിക്കൊണ്ടുവാ. അപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് വരാം കേട്ടോ, പേടിക്കാതിരിക്കേ. ഒരല്പസമയം കഴിഞ്ഞ് ഡാനി വീട്ടിലേക്ക് വരുമ്പോ രത്ന സാറാന്റിയെയും കൂട്ടി വീട്ടിലേക്ക് വന്നിരുന്നു. അവരാ പെരുമഴയത്ത് വീടിനകത്തേക്ക് ഓടി ചെല്ലുമ്പോ മുറിയിലെ അമ്മയെ കാണാനില്ല, ഡ്യൂഡി ഉണ്ടായിരുന്നില്ല. അവരാ വീട് മുഴുവനും സെക്കറിനെയും അനിയനെയും തെരഞ്ഞു. ഈ സമയത്താണ് ബാത്റൂമിനുള്ളിൽ നിന്ന് അമ്മയുടെ പൊട്ടിച്ചിരി കേൾക്കുന്നത്. അവരങ്ങോട്ട് ഓടിച്ചെന്ന് നോക്കുമ്പോ സെക്കർ പനിച്ചു വരച്ചു നിൽക്കുന്ന തന്റെ മകന്റെ തല വഴി വെള്ളം ഒഴിക്കുന്നതാണ് അവർ കാണുന്നത്. ഡാനി വേഗം തന്നെ അമ്മയെ പിടിച്ചു മാറ്റി. ഡ്യൂഡിയെ ആ വെള്ളത്തിൽ നിന്നും എടുത്തു മാറ്റുന്നുണ്ട്. അടുത്ത ദിവസം ഡാനി തന്റെ സഹോദരങ്ങളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിങ്ങളെ തനിച്ചാക്കില്ല. സെക്കറും ആഗ്രഹിച്ചിരുന്നത് അതായിരുന്നു, അവന്റെ സഹോദരങ്ങളെ സംരക്ഷിക്കണം. ഇതെല്ലാം തന്റെ തെറ്റാണ്. ഞാൻ ഒരിക്കലും അമ്മ പറയുന്നത് ഇനി അനുസരിക്കാതിരിക്കില്ല, ഇനി വീട് വിട്ടു പോവില്ല. ഇത് പറഞ്ഞ ഡാനി അവർക്ക് കഴിക്കാനുള്ള ഫുഡ് വാങ്ങാനായിട്ട് പുറത്തേക്ക് പോയി. ഈ സമയത്താണ് രത്നയ്ക്ക് അവളുടെ ബോയ്ഫ്രണ്ടിന്റെ ടെക്സ്റ്റ് മെസ്സേജ് വരുന്നത്. ബോയ്ഫ്രണ്ട് വീടിന് മുന്നിൽ കാത്തു നിൽക്കുന്നുണ്ട്. അവള് ഡ്യൂഡിയോട് അമ്മയെ നോക്കാൻ പറഞ്ഞ് വീടിന് പുറത്തേക്ക് ഇറങ്ങി. ബോയ്ഫ്രണ്ട് അവളോട് ഒത്തിരി ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത്. നീ എന്താ മനഃപൂർവ്വം എന്നെ ഒഴിവാക്കാണോ? നീ എന്താ എന്നെ ഫോൺ ചെയ്യാത്തെ, എന്റെ കോൾ എടുക്കാത്തെ? അതിന് രത്ന പറയും, എനിക്ക് നീ ഈ ബന്ധത്തിലെ താല്പര്യമില്ല, നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അന്ന് നീ എന്നോട് അങ്ങനെ പെരുമാറിയതിനു ശേഷം ഒരിക്കലെങ്കിലും നീ എന്നോട് സോറി ചോദിച്ചോ? അതൊരിക്കലും ഞാൻ നിന്നോട് പൊറുക്കില്ല. ഇത് കേട്ടതോടെ ബോയ്ഫ്രണ്ടിന് ആകെ ദേഷ്യം വന്നു. അവൻ തന്റെ ഫോണിലുണ്ടായിരുന്ന രത്നയുടെയും അവന്റെയും ഫോട്ടോ കാണിച്ച് അവളെ ഭീഷണിപ്പെടുത്തി. ഈ ഫോട്ടോ ഞാൻ നിന്റെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കും, അപ്പോ നീ എന്താ അമ്മയോട് പറയാ? അത് രത്നയ്ക്ക് വിശ്വസിക്കാനേ വയ്യ. അവള് വേഗം തന്നെ വീടിനകത്തേക്ക് ഓടി ഡോർ അടയ്ക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും ബോയ്ഫ്രണ്ട് അവളെ കിസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്താണ് ഫുഡ് വാങ്ങാനായിട്ട് പുറത്തേക്ക് പോയ ഡാനി വീട്ടിലേക്ക് വരുന്നത്. ഈ ഒരു കാഴ്ച കണ്ടതും ഡാനി അങ്ങോട്ട് ഓടി വന്ന് അവനിട്ട് ഒരു ഇടിയും 2 ചവിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. വേദന സഹിക്കാനാവാതെ അവൻ ഒച്ച വെച്ച് പറയും, ഞാൻ രത്നയുടെ കാമുകനാണ്. ഇത് കേട്ട് ഡാനി ഒന്ന് സ്റ്റക്കായി. അവൻ പതിയെ അനിയത്തിയെ നോക്കി. എന്നിട്ട് ഡാനി ആ പയ്യനെ അവസാനമായിട്ട് വോൺ ചെയ്യുന്നുണ്ട്. ഇനി നിന്റെ നിഴല് പോലും ഈ പരിസരത്ത് കാണരുത്. നിന്നെ പോലെ ഒരു തന്നെ എന്റെ അനിയത്തി ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല, കേട്ടല്ലോ. അന്ന് രാത്രി അത്താഴമൊക്കെ കഴിച്ച് സെക്കർ തന്റെ മക്കളോട് ഒരുപാട് നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്ത് സെക്കർ തന്റെ സീക്രട്സ് എല്ലാം തന്നെ മക്കളോട് പറയുന്നുണ്ട്. താൻ ഡ്യൂഡിയെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തായിരുന്നു നിങ്ങളുടെ അച്ഛൻ മരണപ്പെട്ടത്. താൻ തീർത്തും ഒറ്റപ്പെട്ടു പോയി. അന്ന് തനിക്കൊരു ജോലിയില്ല, സമ്പാദ്യമില്ല.
ജീവിക്കാൻ വല്ലാതെ കഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്റെ മക്കൾക്ക് വേണ്ടി താൻ തെറ്റായ ഒരു വഴി തെരഞ്ഞെടുത്തു, സാത്താന്റെ വഴി. താൻ സാത്താനുമായി ഉടമ്പടിയുണ്ടാക്കിയാണ് റെസ്റ്റോറന്റ് തുറന്നതും ഒത്തിരി പണം സമ്പാദിച്ചു, വീട് വാങ്ങി, കുട്ടികളെ പഠിപ്പിച്ചു. സെക്കർ അങ്ങനെ മക്കളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് മുറിയുടെ ഡോറ് തനിയെ തുറന്നു വന്നു. മുറിക്ക് വെളിയിലെ കീറി പറഞ്ഞൊരു രൂപത്തെ കാണാം. ഇപ്പോഴും ഡ്യൂഡി മാത്രമാണ് പ്രേതത്തെ കാണുന്നത്. ഡ്യൂഡി ഉടനെ തന്നെ ചേട്ടനോട് പറയും, മുറിക്ക് പുറത്ത് ആരോ ഉണ്ട്. ഇത് കേട്ട് ഡാനി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ തന്നെ ഡോറ് ലോക്കായി. ഡാനി മുറിക്ക് വെളിയിലായി. കുട്ടികള് രണ്ടുപേരും അമ്മയുടെ അടുത്താണ്. അകത്തു നിന്ന് കുട്ടികളുടെ കരച്ചിലും സെക്കറിന്റെ അലർച്ചകളും കേൾക്കാം. പൊസസായ സെക്കർ കുട്ടികളെ ആക്രമിക്കാൻ നോക്കി. തന്റെ തല വിൻഡോ ഗ്ലാസ്സിലിടിച്ച് ആ ചില്ലുകൊണ്ട് തന്നെ ശരീരം കീറി മുറിക്കാൻ തുടങ്ങി. ഈ സമയത്തൊക്കെ തന്നെ സെക്കർ അലറി വിളിക്കുന്നുണ്ട്, എനിക്ക് പൊള്ളുന്നു, എനിക്ക് പൊള്ളുന്നു. അപ്പോഴേക്കും ഒരു കണക്കിന് ഡാനി ഡോറൊക്കെ തല്ലി തകർത്ത് മുറിക്കകത്തേക്ക് കയറി. അമ്മ അങ്ങനെ സ്വയം മുറിവേൽപ്പിക്കുന്നത് കണ്ട് അവനാകെ ഭയന്നു പോയി. പെട്ടെന്ന് തന്നെ തന്റെ സഹോദരങ്ങളെ ആ മുറിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. അപ്പോഴേക്കും മുറിയിൽ നിന്ന് എങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച രത്നയെ അമ്മ പിടികൂടി. അവളുടെ കാലിലും ഗ്ലാസ് കൊണ്ട് കീറി മുറിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഡാനി തന്റെ സഹോദരങ്ങളെ കൊണ്ട് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഓടി. എന്നിട്ട് അമ്മയെ ആ മുറിക്കകത്ത് തന്നെ പൂട്ടിയിട്ടു. അടുത്ത ദിവസം അവർ ആ മുറിയൊക്കെ ക്ലീൻ ചെയ്ത് 3 പേരും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പെട്ടെന്ന് സെക്കർ അലറാൻ തുടങ്ങി, എനിക്ക് വിശക്കുന്നു, എനിക്ക് ഫുഡ് വേണം. അവർ എത്ര തന്നെ ശ്രമിച്ചിട്ടും സെക്കറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് അമ്മയെ കെട്ടിയിടേണ്ടി വന്നു. അല്ലെങ്കിൽ സ്വയം മുറിവേൽപ്പിക്കും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ആക്രമിക്കും. അന്ന് വൈകിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഡാനി ഗ്രാമത്തിലുള്ളവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. കൂട്ടത്തിലെ അവൻ ജോലി ചെയ്യുന്ന മെക്കാനിക് ഷോപ്പിലെ ഓണറും വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥന തുടങ്ങിയതും സെക്കർ അലറി വിളിച്ച് ബഹളം വെക്കാൻ തുടങ്ങി. ഉടനെ തന്നെ സെക്കർ ബെഡിൽ എണീറ്റിരുന്ന് അവരോട് പറയും, നിങ്ങൾ എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും ഒരു കാര്യമില്ല. ഇത് കണ്ടതോടെ സംഭവം പ്രശ്നമാണെന്ന് തിരിച്ചറിഞ്ഞ ഡാനി മുറിയിലുണ്ടായിരുന്ന കൊച്ചുകുട്ടികളെയൊക്കെ മുറിക്ക് പുറത്തേക്ക് ഇറക്കി. മുതിർന്നവരൊക്കെ ആ ജിന്നിനെ വെല്ലുവിളിച്ചോണ്ട് പ്രാർത്ഥനകള് ചൊല്ലാൻ തുടങ്ങിയതും കൂട്ടത്തിലൊരാള് ചുമരിലേക്ക് പറന്നു തെറിച്ചു. അദ്ദേഹത്തിന്റെ ഒരു കണ്ണിലൂടെ വിളക്കിന്റെ ഇരുമ്പ് കമ്പി തുളഞ്ഞു കയറി. ഈ ഒരു ക്രൂരമായ കാഴ്ച കണ്ടു നിന്ന എല്ലാവരും പെട്ടെന്ന് തന്നെ ഉസ്താദിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഒരല്പസമയം കഴിഞ്ഞ് അവരുടെ ആന്റി ഡാനിയെ ഫോൺ ചെയ്യുന്നുണ്ട്. അമ്മയെ രക്ഷിക്കാൻ പറ്റുന്ന ഒരു മന്ത്രവാദിയെ താൻ കണ്ടെത്തി. താൻ ഇന്ന് രാത്രി തന്നെ അദ്ദേഹത്തെ കാണാൻ പോവാ. ബാഗ്ജ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നാളെ രാവിലെ ഞാൻ വീട്ടിലേക്ക് വരാം. അതേസമയം ഫോൺ ചെയ്തോണ്ട് ആന്റി വീട്ടിൽ നിന്നിറങ്ങി. നോക്കുമ്പോ വീടിന്റെ വെളിയിലെ ജിന്ന് ചിരിച്ചോണ്ട് നിൽക്കുക. ആകെ പേടിച്ചു പോയ ആന്റി പെട്ടെന്ന് തന്നെ വീടിനകത്തേക്ക് ഓടിക്കേറി കതകടച്ചു. എന്നാ തിരിഞ്ഞു നോക്കുമ്പോ ആ ജിന്ന് ആന്റിയുടെ പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കേൾക്കുന്നത് ആന്റിയുടെ കരച്ചിലും മാത്രമാണ്. അടുത്ത ദിവസം ഡാനി ആന്റിയെ ഒരുപാട് തവണ ഫോൺ ചെയ്തെങ്കിലും ആരും ഫോൺ എടുക്കുന്നില്ല. ആന്റി പറഞ്ഞത് ഇന്ന് രാവിലെ വീട്ടിലേക്ക് വരാം, അമ്മയെ ഒരു മന്ത്രവാദിയുടെ അടുത്തേക്ക് കൊണ്ടുപോവാം എന്നല്ലേ. അവന് യാതൊരു സമാധാനമില്ലാതെ ആന്റിയെ കാണാനായിട്ട് വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെല്ലുമ്പോ ആന്റി മരണപ്പെട്ട വാർത്തയാണ് അവൻ അറിയാൻ കഴിഞ്ഞത്. അപ്പോ ആന്റിയുടെ സുഹൃത്തായ ഒരു ലേഡി പറയും, ഞാൻ ഇന്ന് രാവിലെ ജോലിക്ക് പോവാനായിട്ട് ആന്റിയെ വിളിക്കാൻ വന്നപ്പോഴാണ് ആന്റി ഇങ്ങനെ മരിച്ചു കിടക്കുന്നത് കണ്ടത്. ആന്റിയുടെ പോക്കറ്റില് ഇങ്ങനൊരു കടലാസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആ ഒരു കടലാസ് കഷ്ണം ആ സ്ത്രീ ഡാനിയെ ഏൽപ്പിച്ചു. അതില് ആന്റി പറഞ്ഞ മന്ത്രവാദിയുടെ പേരും അഡ്രസ്സും ഉണ്ടായിരുന്നു. ഇത് കണ്ടതോടെ ഡാനിയുടെ മുതലാളി പറയും, ഈ സ്ഥലം എനിക്കറിയാം, നമുക്ക് എത്രയും പെട്ടെന്ന് അമ്മയെ കൊണ്ട് അങ്ങോട്ട് പോവാം. അങ്ങനെ അവരെ വീട്ടിലെത്തി സെക്കറിനെയും കൊണ്ട് വീട്ടിൽ നിന്നിറങ്ങി. കൂടെ സഹായത്തിനായിട്ട് 2 പേരും കൂടി ഡാനിയോടൊപ്പം വന്നിരുന്നു. കാരണം ആ മന്ത്രവാദി താമസിക്കുന്നത് ഒരു കാടിനകത്താണ്. ഒത്തിരി ദൂരം നടക്കണം. അമ്മയെ കൊണ്ടുപോവാൻ അവർക്ക് ഹെൽപ്പ് വേണമായിരുന്നു. അവർ ആ കാടിനകത്ത് എത്തുമ്പോഴേക്കും നേരം ഒത്തിരി ഇരുട്ടി തുടങ്ങിയിരുന്നു. അവരൊത്തിരി ദൂരം നടന്നതുകൊണ്ട് തന്നെ അവര് കാടിനകത്തുണ്ടായിരുന്ന ചെറിയൊരു ഷെൽട്ടറിൽ തങ്ങി. അവരെല്ലാവരും ഈ സമയം പ്രാർത്ഥിക്കുന്നുണ്ട്. ഡ്യൂഡിക്കാണെങ്കിൽ പേടിച്ചിട്ട് കൈയും കാലും വിറച്ചിട്ട് പാടില്ല. അവൻ പതിയെ അമ്മയെ തിരിഞ്ഞു നോക്കുമ്പോ അമ്മയുടെ തൊട്ടടുത്തായിട്ട് ജിന്നിരിക്കുന്നുണ്ടായിരുന്നു. ഡ്യൂഡി പേടിച്ചിട്ട് ഒരു അക്ഷരം മിണ്ടില്ല. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങാനായിട്ട് തുടങ്ങുമ്പോ ദേ കയ്യും കാലൊക്കെ കെട്ടിയിട്ടിരുന്ന സെക്കറിനെ അവിടെ കാണാനില്ല. ഡാനി ഉടനെ തന്നെ രത്നയോട് പറയും, നീ അനിയനോടൊപ്പം ഇവിടെ തന്നെ ഇരുന്നാ മതി, ഞങ്ങൾ പോയി അമ്മയെ തെരയാം. അവര് 4 പേരും 4 ഭാഗത്തേക്ക് പോയി സെക്കറിനെ ആ കാടിനകത്ത് തെരയുന്നുണ്ട്. കൂട്ടത്തിലുണ്ടായിരുന്ന 2 പേരും കൂടി സെക്കറിനെ കണ്ടെത്തി. എന്നാ അവർ ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും സെക്കർ പറന്നു ചാടിക്കൊണ്ട് അവര് 2 പേരെയും അതിക്രൂരമായി തന്നെ കൊലപ്പെടുത്തി. പിന്നാലെ തന്നെ ഓടി വന്നിരുന്ന മുതലാളിയും ഡാനിയും മരിച്ചു കിടക്കുന്ന അവരെ 2 പേരെ കണ്ട് ആകെ ഷോക്കായി. മറുവശത്ത് രത്നയും ഡ്യൂഡിയും അമ്മയെ തെരഞ്ഞു പോയവരെ കാത്തിരിക്കുമ്പോ കുറച്ച് ദൂരെയായിട്ട് അവരുടെ അമ്മ നിൽക്കുന്നത് കാണും. അത് കണ്ടപാടെ തന്നെ കുട്ടികള് അമ്മയെ വിളിച്ചോണ്ട് സെക്കറിന്റെ അടുത്തേക്ക് ഓടി. അവരമ്മയുടെ അടുത്തേക്ക് എത്തേണ്ട താമസം
സെക്കർ തന്റെ മക്കളെ കൊല്ലാനായിട്ട് പാഞ്ഞൊരു വരവാണ്. അവര് രണ്ടുപേരും ജീവനം കൊണ്ട് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ആ ഒരു ഓട്ടത്തില് ഡൂഡി അവിടെ കാല് തെന്നി വീണു. സെക്കർ കുഞ്ഞിന്റെ കാല് പിടിച്ച് വലിച്ച് ഡൂഡിയെ കൊല്ലാൻ നോക്കുന്ന നേരത്താണ് ഡാനി അങ്ങോട്ട് ഓടി വരുന്നത്. അവൻ അനിയനെ രക്ഷിച്ചു. പക്ഷേ സെക്കർ ഡാനിയെ തൂക്കി എറിഞ്ഞ് അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ ബാഗ്ജ അങ്ങോട്ടെത്തി. അവരെ ആ ജിന്നിൽ നിന്ന് രക്ഷപ്പെടുത്തി. അപ്പൊ തന്നെ സെക്കർ അവിടെ ബോധം കെട്ട് വീണു. തുടർന്ന് അവരെ ബാഗ്ജയുടെ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഷാമൻ അവരോട് ഉള്ള കാര്യങ്ങളൊക്കെ മടി കൂടാതെ പറയുന്നുണ്ട്. അവര് കുട്ടികളാണെങ്കിലും വെറുതെ കള്ളം പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് യാതൊരു കാര്യമില്ലല്ലോ. ഇനി ഒരിക്കലും നിങ്ങളുടെ അമ്മയെ രക്ഷിക്കാൻ കഴിയില്ല. എന്നാ അമ്മയുടെ ആത്മാവിനെ സാത്താന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയും. ഇത് പറഞ്ഞ് ഷാമൻ അവരുടെ 3 പേരുടെയും കൈകളിലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. അവരാ വെള്ളം കൊണ്ട് മുഖം തുടച്ച് അമ്മയെ നോക്കുമ്പോ അതവരുടെ അമ്മയല്ല, അതാ ജിന്നാണ്. ഇപ്പോ സെക്കറിന്റെ ആത്മാവിനെ സാത്താന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ ഒരു റിച്വൽ ചെയ്യണം. അതും ഇന്ന് രാത്രി തന്നെ. അതത്ര എളുപ്പമല്ല. ഒരേ ഒരു തേങ്ങയുള്ള തെങ്ങിൽ നിന്ന് ആ തേങ്ങ കൊണ്ടുവരണം. പിന്നെ സെക്കറിന് വേണ്ടി ഈ ജിന്നുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കിയ മുത്തശ്ശിയില്ലേ, അവരുടെ കുഴിമാടത്തിൽ നിന്ന് 3 പിടി മണ്ണ് കൊണ്ടുവരണം. ഈ 2 കാര്യങ്ങളും അത്ര നിസ്സാരായിട്ട് ചെയ്യാൻ കഴിയില്ല. ആ ജിന്ന് എന്തായാലും നിന്നെ ആക്രമിക്കും, കൊല്ലാൻ നോക്കും. ഇത് കേട്ട ഡാനി ഒട്ടും തന്നെ മടിയില്ലാതെ തേങ്ങയും മണ്ണും കൊണ്ടുവരാനായിട്ട് പോയി. പോകുന്നതിന് മുൻപ് ബാഗ്ജ അവന്റെ കയ്യിൽ ഒരു കുപ്പി വെള്ളം കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ദുഷ്ടശക്തി നിന്നെ ആക്രമിക്കാൻ നോക്കുകയാണെങ്കിൽ ഈ വെള്ളം എടുത്ത് തെളിച്ചാ മതി. നിന്നെ അവർക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. ആദ്യം ഡാനി മുത്തശ്ശിയുടെ കുഴിമാടത്തിൽ നിന്ന് മണ്ണെടുക്കാനായിട്ട് മുത്തശ്ശിയുടെ വീടിന് പിന്നിലുണ്ടായിരുന്ന ശ്മശാനത്തിലേക്ക് ചെന്നു. അവൻ ആദ്യത്തെ ഒരു പിടി മണ്ണെടുത്തു. അപ്പൊ തന്നെ കുഴിക്കുള്ളിൽ നിന്ന് മുത്തശ്ശിയുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. എന്റെ കുഴിമാടത്തിൽ നിന്ന് മണ്ണെടുക്കരുത്, അത് നിനക്ക് തന്നെ ആപത്താണ്. ഈ ശബ്ദങ്ങളൊക്കെ കേട്ടിട്ടും അവൻ വീണ്ടും മണ്ണ് വാരിയെടുത്തു. ഈ സമയത്ത് മണ്ണിലാകെ പുഴു നിറയാൻ തുടങ്ങി. അവനെ കൊണ്ട് മണ്ണെടുക്കാൻ പറ്റുന്നില്ല. തിരിഞ്ഞു നോക്കുമ്പോ ആ ശ്മശാനത്തിലെ എല്ലാ പ്രേതങ്ങളും അവന്റെ അടുത്തേക്ക് വന്നോണ്ടിരിക്കുക. ആകെ ഭയന്നു പോയ ഡാനി തന്റെ കയ്യിലുണ്ടായിരുന്ന കുപ്പികളെടുത്ത് ചുറ്റും തെളിക്കുന്നുണ്ട്. അപ്പൊ തന്നെ ആ പ്രേതങ്ങളും പുഴുക്കളൊക്കെ മറഞ്ഞുപോയി. അങ്ങനെ അവസാനം അവൻ 3 പിടി മണ്ണും വാരി അവിടെ നിന്നിറങ്ങി. അവനങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ ഡാനി ആകെ തല പുകഞ്ഞിരിക്കുക. ഈ പാതിരാത്രിക്ക് എവിടുന്ന ഒരു തേങ്ങയുള്ള തെങ്ങ് കണ്ടെത്തുക? അവനത് ചിന്തിച്ച് ആകെ തളർന്നിരിക്കുന്ന നേരത്ത് ഡാനിക്ക് തന്റെ പിന്നിലാരോ വന്നു നിൽക്കുന്നത് പോലെ തോന്നി. ഡാനിക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതവന്റെ അമ്മയുടെ ആത്മാവാണ്. സെക്കർ തന്റെ മകനെ നോക്കി ചിരിച്ച് മുൻപോട്ട് നടക്കാൻ തുടങ്ങി. ആകെ പകച്ചുപോയ ഡാനി അമ്മയുടെ പിന്നാലെ ചെന്നു. അങ്ങനെ ഒരു സ്ഥലത്തെത്തിയതും സെക്കർ അവിടെ നിന്ന് മറഞ്ഞുപോയി. ഡാനി മുകളിലേക്ക് നോക്കുമ്പോ അവിടെ ഒരു തെങ്ങിലെ ഒരു തേങ്ങ മാത്രം ഉള്ളത് കാണും. ഇതേ സമയം ഇവിടെയാണെങ്കിൽ പൊസസായ സെക്കർ ആ ഷാമനെ വിരട്ടുന്നുണ്ട്. നിനക്ക് ജീവൻ വേണമെങ്കിൽ ഇതിൽ നിന്ന് മാറി നിന്നു. ഇത് പറഞ്ഞ സെക്കർ ആ ഷാമനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. കൂടാതെ തന്റെ കുഞ്ഞുങ്ങളെയും ആക്രമിക്കുന്നുണ്ട്. ഈ സമയം ഡൂഡി കരഞ്ഞോണ്ട് അമ്മയോട് ചോദിക്കും, ഇബു നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നില്ലേ? ഇത് കേട്ടതോടെ സെക്കർ ഒന്ന് സൈലന്റ് ആയി. എന്നാ അടുത്ത നിമിഷം തന്നെ ആ ജിന്ന് കുട്ടികളെയും ആക്രമിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും മണ്ണും തേങ്ങയൊക്കെ കൊണ്ടുവരാനായിട്ട് പോയ ഡാനി ബാഗ്ജയുടെ വീട്ടിലേക്ക് തിരിച്ചെത്തി. ഒട്ടും തന്നെ സമയം കളയാതെ ബാഗ്ജ മന്ത്രങ്ങളൊക്കെ ചൊല്ലി തേങ്ങയുടെ വെള്ളമെടുത്ത് സെക്കറിന്റെ ദേഹത്തേക്ക് തെളിച്ചു. അടുത്ത നിമിഷം തന്നെ ആ സ്ത്രീ അവിടെ ബോധം കെട്ട് താഴേക്ക് വീണു. അധികം താമസിയാതെ തന്നെ അവര് തുടർന്നുള്ള റിച്വൽസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. കുട്ടികള് തേങ്ങയുടെ വെള്ളവും കുഴിമാടത്തിൽ നിന്നെടുത്ത മണ്ണും സെക്കറിന്റെ ദേഹത്ത് പുരടുന്നുണ്ട്. ആ സമയം ഷാമൻ സെക്കറിന്റെ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിച്ചു. സെക്കർ ഇപ്പോ പൂർണ്ണമായും ആ ജിന്നിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. അവര് അമ്മയ്ക്ക് കുടിക്കാനായിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട്. സ്വബോധത്തിലേക്ക് തിരിച്ചെത്തിയ സെക്കർ ഡാനിയോട് മാപ്പ് പറഞ്ഞു. നീ തെരഞ്ഞെടുത്ത വഴിയാണ് ശരി. നിനക്ക് ഇഷ്ടപ്പെട്ട ജോലി എന്താണോ അത് തന്നെ നീ ചെയ്യണം. നിന്റെ സഹോദരങ്ങളെ പൊന്നുപോലെ നോക്കണം. ഇത് കേട്ടതോടെ ഡാനി സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങി. ഞാനിനി അമ്മയോട് ഒരിക്കലും വഴക്കിടില്ല, വീട് വിട്ടു പോവില്ല. അമ്മ പറയുന്നത് പോലെ ഞാൻ നടന്നോളാം. അവസാനം 3 മക്കളുടെയും മടിയിൽ കിടന്ന് സെക്കർ മരണപ്പെട്ടു. ബാഗ്ജയ്ക്ക് ജിന്നിന്റെ പിടിയിൽ നിന്ന് ആത്മാവിനെ രക്ഷിക്കാനേ കഴിഞ്ഞുള്ളൂ. സെക്കറിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഡാനി ഇപ്പോ അമ്മയുടെ റെസ്റ്റോറന്റ് ഒക്കെ നോക്കി നടത്താൻ തുടങ്ങി. റെസ്റ്റോറന്റിൽ ഇപ്പോ അത്യാവശ്യം ആളും തിരക്കൊക്കെയുണ്ട്. ഈ സമയം നമ്മളെ കാണിക്കുന്നുണ്ട്. രത്നയുടെ കണ്ണുകൾ ചുവന്നിരിക്കുന്നു. സെക്കറിനെ വിട്ടുപോയ ജിന്ന് ഇപ്പോ മകളെ പിടികൂടിയിരിക്കുന്നു. ഈ ഒരു സീനോട് കൂടിയാണ് നിയറിംഗ് ഡെത്ത് എന്ന ഈ ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവി അവസാനിക്കുന്നത്. അപ്പോ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.